മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മെഡിറ്റേഷൻ നിങ്ങളെ വലിയൊരു തലത്തിലേക്ക് മാറ്റുക തന്നെ ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ലൈഫ് ജേണിയിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്ന വാക്കുകളാണ്. നിങ്ങളതിൽ മാത്രം ശ്രദ്ധിക്കുക. മഹത് ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഞാൻ മനുഷ്യനെ എന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ മനുഷ്യനെ എന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ആ മനുഷ്യഗണത്തിൽ പെടുന്നവരല്ലേ? നമുക്കെല്ലാവർക്കും പ്രപഞ്ചം അങ്ങേയറ്റം ശക്തി നൽകിയിരിക്കുന്നു. പ്രപഞ്ചത്തിന് തത്തുല്യമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം മനുഷ്യനെ മാത്രമായി ഒരുക്കിയിരിക്കുന്നു. മറ്റു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഭൂമിയിലെ എത്ര ബലവാന്മാരായിട്ടുള്ള മൃഗങ്ങൾക്കോ പോലും കിട്ടാത്ത ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള പവർ മനുഷ്യന് മാത്രം ദൈവം നൽകിയിരിക്കുന്നു. നമ്മൾ എത്രത്തോളം ശക്തരായിട്ടുള്ള ആളുകളാണ്. വീണ്ടും നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപം. നമ്മളൊരു കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മുടെ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരൂപം. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണാടിയിൽ കാണുവാൻ കഴിയുന്നത് ദൈവത്തെയാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് മനുഷ്യൻ, മനുഷ്യൻ്റെ പ്രതിരൂപമാണ് ദൈവം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, മനസ്സിൽ ഒരുക്കി പതിപ്പിക്കേണ്ട ഒരു വാക്കാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് സകലതും ഇവിടെ നേടിയെടുക്കുവാൻ കഴിയും. ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ പാസ്റ്റ് ലൈഫിൽ എനിക്ക് തെറ്റായിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉപബോധ മനസ്സ് അതിനെ വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് കഴിയില്ല എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റോൾ മോഡൽസായി കരുതിയിരുന്ന ആളുകളാണ് എനിക്ക് കഴിയില്ല എന്ന് ഒരുപക്ഷെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാനിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ, എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഏറെ സംസാരിക്കുവാൻ ഈ ലോകത്ത് കഴിയുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് മാത്രമാണ്. എനിക്ക് മാത്രമാണ് എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറയുവാനും അത് ചെയ്തു കാണിക്കുവാനും കഴിയുന്നത്. അതിനുള്ള ശക്തി പ്രപഞ്ചം എനിക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ശക്തിയോടുകൂടിയാണ് പ്രപഞ്ചം എന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. വയലിൽ കാണുന്ന പുൽച്ചെടികൾ കണ്ടിട്ടില്ലേ? നമ്മളെ സംബന്ധിച്ച് അത് വെറും പുൽച്ചെടികളാണ്. എന്നാൽ ഒരു വൈദ്യനെ സംബന്ധിച്ച് ആ പുൽച്ചെടികൾ എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ആരെങ്കിലും നമ്മെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മളെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പർപ്പസ് ഉണ്ട്. നമ്മൾ ഔഷധ സസ്യവും പ്രപഞ്ചം വൈദ്യനുമാണ്. നമ്മളെ ഉപയോഗിച്ച് പ്രപഞ്ചത്തിന് പല കാര്യങ്ങളും ഇവിടെ ചെയ്യുവാനുണ്ട്. ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ആഗ്രഹങ്ങളിലൂടെയാണ്, സ്വപ്നങ്ങളിലൂടെയാണ്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള ആഗ്രഹങ്ങൾ വ്യത്യസ്തമല്ലേ? നമുക്ക് ഓരോരുത്തർക്കുമുള്ള സ്വപ്നങ്ങൾ വ്യത്യസ്തമല്ലേ? എന്തുകൊണ്ടങ്ങനെ വ്യത്യസ്തപ്പെടുന്നു? കാരണം അത് നമ്മുടെ മാത്രം അവകാശമാണ്. അത് നമ്മുടെ പർപ്പസാണ്.
അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കൂ. ഉത്തരവാദിത്തത്തോടെ കർമ്മങ്ങളെ കാണൂ. ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട കർമ്മങ്ങളെ കൃത്യസമയത്ത് ചെയ്യൂ. ഇത് മാത്രമാണ് മനുഷ്യനിവിടെ ചെയ്യേണ്ടത്. ചെയ്യേണ്ട കാര്യങ്ങൾ മനോഹരമായി ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ശക്തി നമുക്ക് എവിടെ നിന്നോ വരുന്നത് അനുഭവിച്ചറിയുവാൻ കഴിയും. ആദ്യമുണ്ടാകുന്ന കഷ്ടപ്പാട് പിന്നീട് ഒരു ഈസി മെത്തേഡിലേക്ക് മാറുന്നത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നത്. താൻ പാതി ദൈവം പാതി. ചെയ്യേണ്ട കർമ്മങ്ങൾ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ഒരു പ്രചോദനം നമ്മളിൽ നിന്നുണ്ടാകട്ടെ. അത് ചെയ്ത് മുന്നോട്ട് പോകും തോറും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ശക്തി, ഒരു ഇന്നർ പവർ നമ്മളെ മുന്നോട്ടേക്ക് പുഷ് ചെയ്യുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. യെസ്, വി ക്യാൻ. നമുക്ക് കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. സന്തോഷമാകട്ടെ, സമാധാനമാകട്ടെ, സമ്പത്താകട്ടെ, ഐശ്വര്യമാകട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന പൊസിഷനാകട്ടെ, എന്തും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും. ബിലീവ് അവർ സെൽഫ്. നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക. ലിമിറ്റഡ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുൻപുണ്ടായിട്ടുണ്ട്. അതിനെ പൊട്ടിച്ചെറിയുക. അതിന്റെ ബൗണ്ടറീസിൽ നിന്ന് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയത്തിൻ്റെതായിട്ടുള്ള ഒരു സോൺ കാണുവാൻ കഴിയും. അവിടെ നമ്മൾ കാര്യങ്ങളെ പഠിക്കുവാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ദ ലേണിംഗ് സോൺ. നമുക്ക് എവിടേക്കാണോ കുതിക്കേണ്ടത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. ആഴത്തിൽ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഗ്രോത്ത് സോണിലേക്ക് എത്തുവാൻ കഴിയും. ഗ്രോത്ത് സോണിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു വിജയിയായി മാറുന്നത്. നമ്മുടെ സേഫായിട്ടുള്ള ബൗണ്ടറിയിൽ നിന്ന്, സേഫായിട്ടുള്ള സോണിൽ നിന്ന് പുറത്തേക്ക് കിടക്കുവാൻ ശ്രമിക്കുക. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ അത്ഭുത പരതന്ത്രരാക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ കണ്ട് അത്ഭുതപ്പെടും. നമുക്ക് എവിടെ നിന്ന് ഈ ശക്തി കിട്ടി എന്നറിഞ്ഞ് അവർ അത്ഭുതത്തോടെ നമ്മളെ നോക്കി നിൽക്കും. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്ന ആ സേഫസ്റ്റ് സോൺ, നമ്മളെ മുന്നോട്ടേക്ക് പോകുവാൻ തടസ്സമാക്കുന്ന ഫിയർ സോൺ, ഇതിനെ രണ്ടിനെയും പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് മുന്നോട്ടേക്ക് പോകുവാൻ കഴിയണം. അതിനാദ്യം മനസ്സ് വയ്ക്കേണ്ടത് നമ്മളാണ്. നമ്മൾ മനസ്സ് വെച്ച് മുന്നോട്ടേക്ക് പോകൂ. തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള വിശ്വാസങ്ങൾക്കും നമ്മളെ പുറകോട്ടേക്ക് വലിക്കുവാൻ കഴിയില്ല. കാരണം തീരുമാനമെടുത്തിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിനെ ഖണ്ഡിക്കുവാൻ, പൊട്ടിച്ചെറിയുവാൻ ആർക്കും കഴിയില്ല. അതും നമുക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ച് നേടിയെടുക്കുവാനും അതുപോലെ തന്നെ പകുതിക്ക് വെച്ച് നിർത്തുവാനും ഒരേ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് നമ്മൾ മാത്രമാണ്. മുന്നോട്ടേക്ക് പോകണം 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 എന്നുള്ള ആവേശം നമ്മളിൽ സൃഷ്ടിക്കുക. തീർച്ചയായും നമുക്കവിടെ എത്തുവാൻ കഴിയും. നമ്മുടെ മനസ്സ് മാറട്ടെ. നമുക്ക് സകലതും കഴിയുമെന്ന് വിശ്വസിക്കുക. നമ്മളിവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സകലതും നേടിയെടുക്കുവാൻ കഴിയും. അത് ദൈവത്തിന്റെ ഉറപ്പാണ്, പ്രപഞ്ചത്തിന്റെ ഉറപ്പാണിത്. പ്രപഞ്ചം പറയുന്നു നമുക്ക് സകലതും സാധ്യമാണ്. ഞാൻ അവനെ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോളം ഉന്നതരാണ്. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഈ ലോകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല സൗഭാഗ്യങ്ങളും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ അത് മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തതാണ്. നമ്മളെ പോലുള്ള
മനുഷ്യർ സൃഷ്ടിച്ചെടുത്തതാണ്. തന്നിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോയവർ അത് നേടിയെടുത്തു. ഒരു മനുഷ്യൻ സങ്കല്പിക്കുന്നത്, അതുപോലെ തന്നെ അവൻ വിശ്വസിക്കുന്നത് എന്താണോ അതവന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് മനസ്സിന്റെ പ്രത്യേകത. ഒരു മനുഷ്യൻ സങ്കല്പിക്കുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. നമ്മുടെ ഉള്ളിൽ തീവ്രമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിയെടുത്ത് തരുവാൻ ഈ പ്രപഞ്ചത്തിലുള്ള സകല ശക്തികളും നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും. മഹാന്മാരായിട്ടുള്ള ആളുകൾ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് ആ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മനുഷ്യനെ അല്പമാത്രം താഴ്ത്തി, എൻ്റെ പ്രതിരൂപമാണ് മനുഷ്യൻ എന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു തത്വം, ഒരിക്കലും മാറ്റമില്ലാത്തതായിട്ടുള്ള ഒരു തത്വം, ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കേണ്ടത്. അതിൽ അടിയുറച്ച് വിശ്വസിക്കുക, അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ബിക്കോസ് അത് നമുക്ക് മാത്രമുള്ളതായതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹങ്ങളായും സ്വപ്നങ്ങളായും എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ സ്വപ്നം എന്താണ്? നിങ്ങൾ എന്താകുവാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ എന്ത് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ മനസ്സിൽ അത് കാണുക, നിങ്ങളുടെ മനസ്സിൽ അത് സൃഷ്ടിക്കുക. മനസ്സിൽ സൃഷ്ടിക്കുന്ന എന്തിനേയും പ്രപഞ്ചത്തിൽ കാണുവാൻ കഴിയും. മനസ്സിൽ സൃഷ്ടിക്കൂ, പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ഉടനെ കാണുവാൻ കഴിയും. അതിനുള്ള ആക്ഷൻസ് മാത്രം എടുത്താൽ മതി. കൺകുളിർക്കെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നേടിയെടുത്തതായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കാണൂ. നിങ്ങളുടെ മനസ്സിലെ തെറ്റായ വികാര വിചാരങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ മെല്ലെ തുറക്കുക.